ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച് സർക്കാർ ജീവനക്കാർ സമരത്തിലേക്ക്. പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ വാർത്തകളുടെ വിശദാംശങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ജീവനക്കാർ സമരത്തിന് ഒരുങ്ങുന്നത്. എപ്പോഴാണ് സംഭവം? എന്തൊക്കെയാണ് വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ? വൃന്ദ, സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നേരത്തെ തന്നെ വലിയ നിലയിലുള്ള ഒരു സാമ്പത്തിക ഞെരുക്കം സംസ്ഥാനം അനുഭവിക്കുന്നുണ്ട്. വിവിധ ക്ഷേമ പെൻഷനുകൾ അടക്കം മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഇപ്പോൾ 6-7 മാസത്തിലേക്ക് ഈ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൂടി മുടങ്ങുന്ന ഒരു സ്ഥിതിയുള്ളത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കേണ്ടുന്ന നികുതി വിഹിതമടക്കം കഴിഞ്ഞ ദിവസം അനുവദിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ വിചാരിച്ചിരുന്നത് ശമ്പളം മുടങ്ങില്ല എന്നുള്ളതായിരുന്നു. കൃത്യസമയത്ത് തന്നെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കും എന്ന ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ശമ്പളം മുടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഒരു പ്രതിഷേധത്തിലേക്ക്, സമരത്തിലേക്ക് ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് ഫെഡറേഷൻ അടക്കം വരുന്നത്. അതായത് ഒരു ആക്ഷൻ കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് നാളെ ഒരു നിരാഹാരം അടക്കമുള്ള സമര പരിപാടികളിലേക്ക് ഈ ജീവനക്കാർ കടക്കുന്നത് എന്നുള്ളതാണ്. നാളെ രാവിലെയും ഇവർ നോക്കിയ ശേഷം, അതായത് രാവിലെയും ശമ്പളം വന്നിട്ടില്ല എങ്കിൽ 11 മണിയോടുകൂടി സമരം ആരംഭിക്കാനാണ് നിലവിൽ ഇവരുടെ തീരുമാനം. വൃന്ദ, ഇപ്പോൾ ശ്രീ ഇർഷാദ് നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ഇർഷാദ്, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് നീങ്ങുന്നത്. ഏത് തരത്തിലുള്ള പ്രതിഷേധത്തിലേക്കാണ് നീങ്ങാൻ സാധ്യത? സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം ഇന്ന് മുടങ്ങിയിട്ട് ഇന്ന് 3ാമത്തെ ദിവസമാണ്. നാളെയും 4ാമത്തെ ദിവസമായ നാളെ പോലും ശമ്പളം നൽകുമോ എന്ന് ഒരു ഉറപ്പും നൽകുവാൻ കേരളത്തിൽ ഭരിക്കുന്ന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ ശമ്പളം മുടങ്ങിയപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ പ്രതിഷേധമാർഗവുമായിട്ട്, കാരണം കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി. സർക്കാരിന്റെ കണ്ണ് തുറക്കും, കാത് കേൾക്കും എന്നുള്ളതായിരുന്നു ജീവനക്കാരന്റെ ആവശ്യം. പൊതുസമൂഹത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കുമെന്നുള്ളതായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഞങ്ങളുടെ ആവശ്യം കേരളം ഭരിക്കുന്ന ഭരണാധികാരികളുടെ ബധിരകർമ്മങ്ങളിലാണ് പതിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കൂടുതൽ ശക്തമായിട്ടുള്ള നിരാഹാര സമരം നാളെ ആരംഭിക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നാളെ ഉദ്ദേശം 11 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിലെ ട്രഷറി ഗേറ്റിൽ കേരള സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കാനാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ഇർഷാദ്, ഇതേപോലെ തന്നെ കേരള സർക്കാരും ഇപ്പോൾ ഒരു സാമ്പത്തിക ഞെരുക്കത്തിൽ തന്നെയാണ് തുടരുന്നത്. ഇത്തരത്തിലൊരു സമരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ? സർക്കാർ കണ്ണു തുറക്കേണ്ടി വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സർക്കാർ സംവിധാനം നിലനിർത്തി കൊണ്ടുപോകേണ്ടത് ജീവനക്കാരുടെ മാത്രമല്ല പൊതുസമൂഹത്തിന്റെയും സർക്കാരിന്റെയും ആവശ്യമാണ്. സർക്കാർ എന്ന് പറയുന്നത് ഒരു മാതൃകാ തൊഴിൽദാതാവാണ്. മാതൃകാ തൊഴിൽദാതാവ് ആകണം ആദ്യം കൃത്യമായി ശമ്പളം കൊടുത്തുകൊണ്ട് മറ്റുള്ളതൊക്കെ ഒരു മാതൃകയായി നിലനിൽക്കേണ്ടത്. അതിന് തയ്യാറാകാതെ വന്നു കഴിയുമ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് സമരം എന്നൊരു മാർഗവുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നത്. ഈ ഖാലിയായ ഖജനാവ് എന്ന് പറയുന്നത് അതിന് ഉത്തരവാദിത്തം കേരളം ഭരിക്കുന്ന ഭരണാധികാരികൾക്കാണ് പ്രഥമമായിട്ടുള്ളത്. പ്രധാനവുമായിട്ടുള്ള ഉത്തരവാദിത്തം കേരളം ഭരിക്കുന്ന ഭരണാധികാരികൾക്കാണ്. കെടുകാര്യസ്ഥതയാണ്, അതുപോലെ തന്നെ അവരുടെ ധൂർത്താണ്, അവ കാട്ടിക്കൂട്ടുന്ന ആഡംബരങ്ങളാണ് സർക്കാരിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടുകുഴിയിലേക്ക്, പാതാളത്തിന്റെ പടുകുഴിയിലേക്ക് കേരളത്തിന്റെ ഖജനാവിനെ കൊണ്ടുവന്നെത്തിച്ചത്. നന്ദി. ശ്രീ ഇർഷാദ്, സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ അംഗമാണ് നമ്മളോട് പ്രതികരിച്ചത്. കമലേഷ്, ശക്തമായ സമരത്തിലേക്ക് തന്നെയാണ് സർക്കാർ ജീവനക്കാർ പോകുന്നത് എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നു, അല്ലേ? വൃന്ദ, തീർച്ചയായും അത്തരം സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നേരത്തെ തന്നെ ചില മുന്നറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ നാളെ ആകുമ്പോൾ 4ാമത്തെ ദിവസമാണ് ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നത്. അത് നേരത്തെ തന്നെ ഇത് ശമ്പളം മുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു, സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഒന്നും അനുകൂലമായൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ, ജീവനക്കാരെല്ലാം തന്നെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് നാളെ മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു നിരാഹാരം അടക്കമുള്ള സമരങ്ങളിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും
കൂടുതൽ രൂക്ഷമായ നിലയിൽ തന്നെ ഈ പ്രതിഷേധം സർക്കാരിനെ അറിയിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഈ ജീവനക്കാരുള്ളത്. സർക്കാർ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനെ, അതായത് ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ ഈ പ്രതിഷേധം അടക്കം വരുമ്പോൾ സർക്കാർ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനെ ഇത് ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ആ നിലയിൽ സർക്കാർ ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഇടപെടൽ നടത്തി ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുമെന്നത് തന്നെയാണ് നിലവിൽ ജീവനക്കാരുടെ പ്രതീക്ഷ. വൃന്ദ.